119 സങ്കീർത്തനം 29 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭോഷ്കിന്റെ വഴി എന്നോടകറ്റണമേ. ആ തർജ്ജിമ തെറ്റില്ലെങ്കിലും വ്യക്തത പോരാ. ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ. കീപ് മീ ഫ്രം ചീറ്റിംഗ് ആൻഡ് ടെല്ലിംഗ് ലൈസ്. ദൈവമേ, ചീറ്റിംഗ് ആണല്ലോ ഈ ലോകത്ത് എവിടെ തൊട്ടാലും. നുണ പറയുന്ന സമൂഹത്തിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. കീപ് മീ ഫ്രം ചീറ്റിംഗ് ആൻഡ് ടെല്ലിംഗ് ലൈസ്. കൊച്ചു കുട്ടികളുടെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? ജോണി ജോണി യെസ് പപ്പ, ഈറ്റിംഗ് ഷുഗർ നോ പപ്പ, ടെല്ലിംഗ് ലൈസ് കൊച്ചുകുട്ടി നുണ പറയുക. നുണ പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു. കീപ് മീ ഫ്രം ചീറ്റിംഗ് ആൻഡ് ടെല്ലിംഗ് ലൈസ്. എൻ്റെ കർത്താവേ, ഈ ചീറ്റിങ്ങിൻ്റെ ലോകത്ത് എന്നെ ഒന്ന് കാത്തോണേ. ഈ നുണ പറയുന്ന സമൂഹത്തിൽ എന്നെ കാക്കണമേ. നമ്മൾ എവിടെ പോയാലാ നുണയില്ലാതെ ഒന്ന് രക്ഷപ്പെടുന്നേ? നേര് പറയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കിട്ടുമോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലാണ് എനിക്ക് എൻ്റെ ചർച്ചിനോടുള്ള സന്തോഷം. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. എൻ്റെ ചർച്ചിൽ എൻ്റെ സഹോദരങ്ങൾ, സഹോദരിമാർ, അമ്മമാർ ഒരിക്കലും ചീറ്റിങ് ചെയ്യത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും 100% പെർഫെക്റ്റ് ഒന്നുമല്ല. എന്നാലും ഞാൻ കർത്താവിൽ ആശ്രയിച്ച് പറയുകയാണ്, ചീറ്റിംഗ് ആണ് എവിടെ തൊട്ടാലും. നുണ പറയുന്ന അധ്യാപകർ, നുണ പറയുന്ന ഉദ്യോഗസ്ഥർ, നുണ പറയുന്ന മന്ത്രിമാർ, നുണ പറയുന്ന MP-മാർ, നുണ പറയുന്ന ഉയർന്നവരും താണവരും. ഇവിടെ ഈ പ്രാർത്ഥന അല്ലാതെ എന്താ പ്രാർത്ഥിക്കുക? കീപ് മീ ഫ്രം ചീറ്റിംഗ് ആൻഡ് ടെല്ലിംഗ് ലൈസ്. വഞ്ചന നിറഞ്ഞ വഴികളിൽ നിന്ന് എന്നെ കാത്തു പരിപാലിക്കണമേ. കരുണയാൽ അവിടുത്തെ ന്യായപ്രമാണം എന്നെ പഠിപ്പിക്കണമേ. അപ്പോ സമൂഹത്തിൽ കാണുന്നതും കേൾക്കുന്നതും 90% വഞ്ചന, ചീറ്റിംഗ് ആൻഡ് ടെല്ലിംഗ് ലൈസ്. എന്നാൽ ഈ പുസ്തകം 101% സത്യം പറയുന്നു. ഇതുകൊണ്ടാണ് പണ്ട് ജീവിച്ചിരുന്ന ഒത്തിരി ഹീലിംഗ് മിനിസ്ട്രി ചെയ്ത സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന ദൈവദാസൻ ന്യൂസ് പേപ്പർ വായിച്ചിരുന്നില്ല. അദ്ദേഹം രാവിലെ വചനമാണ് വായിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ന്യൂസ് പേപ്പർ എന്താ വായിക്കണ്ടേ? അദ്ദേഹത്തിന്റെ മറുപടി, 90% നുണയും 10% സത്യവും അടങ്ങിയ പേപ്പർ വായിക്കണോ, 100% സത്യമടങ്ങിയ ബൈബിൾ വായിക്കണോ? ഞാൻ അങ്ങനെയല്ല, ഞാൻ പേപ്പർ വായിക്കും. ഞാൻ ന്യൂസ് കാണും, ഒത്തിരി കാണും. പക്ഷെ ഇതിനകത്ത് സത്യം കുറവാണ്. ആകയാൽ ദൈവവചനത്തിൽ ആശ്രയിക്കൂ, സത്യം കണ്ടെത്തൂ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ TVയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.